നമ്മളെ സൂക്ഷിപ്പാനിടയായി തീർന്നു. നമ്മുടെ യാത്രയിൽ പോക്കിലോ വരവിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് ഇന്നയോളം നമ്മളെ കാത്തൊരുപാലിച്ച് അനുഗ്രഹിച്ച് വഴി നടന്ന ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. 122 സങ്കീർത്തനമാണ് ഇന്ന് വായിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ ഹെഡിങ്ങിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം ഒന്ന് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ, യെരുശലേമിനെ പറ്റിയുള്ള പ്രതീക്ഷയെ പറ്റിയാണ് ഹല്ലേലൂയ 122 സങ്കീർത്തനത്തിലെ ഏകദേശം 9 വാക്യമുള്ളെങ്കിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവത്തിൻ്റെ വചനമാണ് 122 വാക്യം. ഹല്ലേലൂയ, അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്ക് അകത്ത് നിൽക്കുന്നു. Praise the Lord. Can you read in English also? Church. പ്രൈസ് ദി ലോർഡ്. കാണുവാനിടയായി തീരും. ഹല്ലേലൂയ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് എല്ലാവരും പറഞ്ഞേ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായേ? സന്തോഷമുണ്ടായി. ഇന്ന് പൽക്കാലം നമ്മുടെ മുഖത്ത് എന്തോ ഉണ്ടാവണം? സന്തോഷമുണ്ടാകണം. ആരാധന കടന്നു വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ദുഃഖത്തോടോ വേദനയോടോ ഭാരത്തോടല്ല പോകേണ്ടത്. വന്ന പ്രയാസത്തെ ഭാരത്തെ ഇറക്കി വെച്ച് സന്തോഷത്തോടെ നമ്മൾ പോകുവാനിടയായി തീരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് അനേക ഭാരങ്ങളുമായി ആൾക്കാർ കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കടന്നു വന്ന പോലല്ല തിരിച്ചു പോയത്. ആ ഭാരവും പ്രയാസവും രോഗവും ദുഃഖവും കഷ്ടപ്പാടും എല്ലാം അവിടെ നിന്നറിയാമോ ഇറക്കി വെച്ച് ഭാരമില്ലാത്തവനായി സ്വതന്ത്രനായി കടന്നുപോയത്. ഹല്ലേലൂയ, ആരാധന കടന്നു വരുമ്പോൾ ആരാധനയുള്ള സന്തോഷവും ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ആരാധന നമുക്ക് ലഭിക്കുവാനിടയായി തീരും. എങ്ങനെ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ഹൃദയം സ്വതന്ത്രമായി വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ദാവീദ് പറയുവാനിടയായി തീർന്നത് യെരുശലേമിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തറിയാമോ? ഒരു സന്തോഷവും ആനന്ദവും ഹൃദയത്തിലുണ്ടാകുവാനിടയായി. ഹല്ലേലൂയ, പോകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ, അന്നേരം ആനന്ദമുണ്ടായി. ആരാധന ചെന്നു കഴിഞ്ഞാലോ ആ വചനം കേൾക്കുമ്പോൾ, ഒരുമിച്ച് പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സന്തോഷം ആനന്ദം എന്ത് ചെയ്യും? വർദ്ധിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കാണുന്നത് യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈതലിൻ്റെ കാലുകൾ ഹല്ലേലൂയ ലോകപ്രകാരം ഓടി നടക്കേണ്ടതല്ല. ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് മുഴങ്കാലും മടക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ അനേകം ആയിരങ്ങളാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം. ഹല്ലേലൂയ, ഇന്ത്യയിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്ലാഷ് ഉണ്ടായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനേകം പേര് ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അനേക ഭാവി ജീവിത വാഗ്ദാനത്തോടെ ആഗ്രഹത്തോടെ ഹല്ലേലൂയ ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് UK കടന്നു വരുവാൻ കഴിയാതെ വഴിമധ്യേ പട്ടുപോയ അനേകം പേരുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നു. പുതുതായിട്ട് കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് കടന്നു വന്നവരുണ്ട്. അനേകം പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ പാടി ദൈവത്തെ ആരാധിച്ചതുപോലെ കണ്ണിൻ്റെ കൃഷ്ണുണി പോലെ കാത്തൊരു വാലിക ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ്. ഹല്ലേലൂയ, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മെഡിസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഫ്ലൈറ്റ് വീഴുവാനിടയായി തീർന്നത്. ആ ഹോസ്റ്റലിൻ്റെ ഉള്ള അനേകം പേര് ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് സമയത്താ ഹല്ലേലൂയ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അറിയത്തില്ല. ഏത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിക്കുവാനിടയായി തീർന്നു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിൽക്കൽ തന്നെ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. സ്റ്റാൻഡ് ചെയ്ത് ദൈവത്തിൻ്റെ ഡോറിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. എപ്പോഴാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്? ആ സമയത്ത് കടന്നുപോയി എനിക്ക് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ അതായിരിക്കണം. ദൈവത്തിൻ്റെ ദാസനൊക്കെ ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ജോലിയും കാര്യങ്ങളും പലതരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അല്പസമയം ലഭിച്ചുള്ളെങ്കിലും ഓടിച്ചെന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം വായിക്കാം.
തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? തമ്മിൽ ഇണക്കി വെച്ചിട്ട് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയാണ്. ഇത് വായിച്ചപ്പോൾ ദൈവത്തിന് ആത്മാവ് ഓർപ്പിച്ചത് ദൈവമക്കൾ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. സഭയാം ദേവാലയത്തിൻ്റെ പണി ദൈവം തുടങ്ങുവാൻ ഇടയായി തീർന്നു. അത് ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചാണ് പണിതിരിക്കുന്നത്. ഈ ബിൽഡിംഗ് പണിതിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ കട്ടകളും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സിമന്റ് കീട്ട് ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പല ദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾ ഓരോരുത്തരെയും ഈ ദേശത്ത് കൊണ്ടുവന്നത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുവാനാണ്. ഹല്ലേലൂയ. ഇണക്കിയ നഗരമാണ് യെരൂശലേം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നഗരം ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത് പോലെ ദൈവം ഇറങ്ങി വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഒന്നിനോടൊന്ന് ചേർന്നിരിപ്പാനിടയായി തീരണം. 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഓരോരോ ഗോത്രമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല. ഹല്ലേലൂയ. അവർ സാക്ഷ്യത്തിനായി കടന്നു വരുവാനിടയായി തീരും. അടുത്തത് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമത്തിന് എന്ത് ചെയ്യും? സ്തോത്രം ചെല്ലുവാൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ കടന്നു വരികയാണ്. ഇന്ന് പൽക്കാലം കടന്നു വന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല. ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, വഴിനിർത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരുമ്പോൾ അടുത്ത അനുഗ്രഹവും അടുത്ത നന്മയും ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. അടുത്ത നന്മയ്ക്ക് വേണ്ടിയും അടുത്ത വഴിക്ക് വേണ്ടി വാതിലിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും നോക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടെ പറയുന്നത് നൽകിയ നന്മയ്ക്ക് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത നന്മ നമുക്ക് വേണ്ടി ഡോർ തുറക്കുവാനിടയായി തീരും. അടഞ്ഞു കിടക്കുന്ന നന്മയ്ക്ക് പുറകെ ഓടേണ്ട ആവശ്യമില്ല. ലഭിച്ച നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങളിലോ പകലോ സമയം ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് കർത്താവേ, നീ ചെയ്ത നന്മയ്ക്ക് നന്ദി അപ്പാ, ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനല്ല, ദൈവത്തിന് പ്രസാദം കൊടുക്കുവാൻ ഞാനും നീ പറയുന്നുവെങ്കിൽ അറിയാത്ത വഴികൾ, അറിയാത്ത വാതിലുകൾ ഒരു കുരുടനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിന്നെയും അറിയാത്ത വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുവാനിടയായി തീർന്നത് യെരൂശലേമിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവീൻ എന്നാണ്. സ്തോത്രം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ജെറുസലേമിനെ പറ്റി, ഇസ്രായേലിനെ പറ്റിയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പഠന വസ്തുവാണ് ഇസ്രായേൽ. ചെറിയൊരു രാജ്യമാണെങ്കിലും ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്നത് 3 ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന 3 പേരുടെ സംഗമ സ്ഥലമാണ്. 1 യഹൂദന്മാരുടെ, 2 ക്രിസ്ത്യാനികളുടെ, 3 മുസ്ലിങ്ങളുടെ. 3 പേര് ഒരുമിച്ച് ഹല്ലേലൂയ കടന്നു ചെല്ലുകയും ആരാധിക്കുകയും ചെല്ലുന്ന സ്ഥലമാണ് ഹല്ലേലൂയ ഇസ്രായേൽ എന്ന് പറയുന്നത്, ജെറുസലേം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ വാഗ്ദത്ത സ്ഥലമാണ്. ദൈവം അവർക്ക് അബ്രഹാമിൻ്റെ സന്തതിക്ക് വാഗ്ദത്തമായി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ സ്ഥലമാണ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരിറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ ദൈവം അവരെ കൊണ്ടാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് യേശു കർത്താവ് ജെറുസലേമിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ബേത്ലഹേമിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. ദൈവമക്കളുടെ പ്രത്യാശ യേശു കർത്താവ് കടന്നു വരും. ആ ദേശത്തിന് നമുക്ക് പ്രത്യേകത ഇല്ലെങ്കിലും യേശു കർത്താവിൻ്റെ കാൽപാദങ്ങൾ ചവിട്ടിയ സ്ഥലങ്ങളാണെന്ന് ഹല്ലേലൂയ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അടുത്ത് കാണുവാനിടയായി തീർന്നത് മുസ്ലിങ്ങൾ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസിദ്ധമായ മുസ്ലിമിൻ്റെ അൽ അസ്ക മോസ്ക് ഹല്ലേലൂയ ഇസ്രായേൽ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായ മുഹമ്മദ് നബി അവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 3 പേർക്കും ഒരുപോലെ ഹല്ലേലൂയ, സ്തോത്രം, ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ. ഇപ്പോൾ നമുക്കറിയാം അതിന് ചുറ്റുപാടുള്ള രാജ്യങ്ങളോട് യുദ്ധങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക്
നോക്കാം അതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന്. ഇവിടെ ബൈബിളിൽ പറയുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനിടയായി തീർന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ഐസയ ചാപ്റ്റർ 31 വേഴ്സ് 5. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, അവൻ അതിനെ കാത്തുരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ യെരൂശലേമിനെ കാത്തു പരിപാലിക്കുന്നത് പറയുന്നത്? എങ്ങനെ അറിയാമോ? ഒരു പക്ഷി ചുറ്റിപ്പറന്ന് ഹല്ലേലൂയ കാക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പക്ഷികളൊക്കെ ആകാശത്ത് ഹല്ലേലൂയ സ്തോത്രം കഴുകനും പരുന്തൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുവാൻ വേണ്ടി ചുറ്റിപ്പറന്ന് കാക്കുവാനിടയായി തീരും. മറ്റ് ഹല്ലേലൂയ സ്തോത്ര കാര്യങ്ങളൊക്കെ വന്ന് അതിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കാക്കുന്നത് പോലെ ഇസ്രായേലിനെ ആരാണ് കാക്കുന്നത്? ദൈവമായ യഹോവയാണ്. ഹല്ലേലൂയ. ഈ കൊച്ചൊരു രാജ്യത്തിന് എങ്ങനെ ഇത്ര ശക്തിയും ഇത്ര ബലവും ഇത്ര പവർ ലഭിച്ചെന്ന് ലോക രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങൾ, ന്യൂ ടെക്നോളജി, ഹല്ലേലൂയ സ്തോത്രം, വെപ്പൺസുകളാണ് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക രാജ്യങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം ഇവിടെ പറയുന്നത് ഒരു പക്ഷി പറക്കുന്നത് പോലെ, ഹല്ലേലൂയ സ്തോത്രം, കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ എന്ത് ചെയ്യുന്നു? കാത്ത് പരിപാലിക്കുന്നു. അതിനെ നശിപ്പിക്കാതെ വേണം അതിനെ പരിപാലിക്കും. ദൈവത്തിൻ്റെ വാറ്റത്ത് കിടക്കുന്നിടത്തോളം അത് നശിക്കപ്പെടുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ നശിച്ചു പോകാതെ വേണം ദൈവം അതിനെ കാക്കുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. സെഖര്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും, യെരൂശലേമിൻ്റെ നിരോധത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. പ്രൈസ് ദി ലോർഡ്. വായിക്കുവാനിടയായി സെഖര്യാവ് 12:2 വായിച്ചത്. ഞാൻ യെരൂശലേമിന് ചുറ്റുമുള്ള ജാതികൾക്ക് എന്തുവാക്കും? ഒരു പരിഭ്രമമാക്കുവാനിടയായി തീരും. ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇത് ചെറിയൊരു രാജ്യമെങ്കിലും അതിന് ചുറ്റുപാട് കിടക്കുന്ന വലിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്ക് എന്താണ്? ഒരു പരിഭ്രമമായിരിക്കുകയാണ്, ഒരു പേടി സ്വപ്നമായിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരുടെ കൂടെയുണ്ട്. അവർ സ്വന്തത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. സ്വന്തമായവർ അവരെ കൈക്കൊണ്ടില്ല, എന്നാലും ദൈവം ഹല്ലേലൂയ അവരെ കാത്തു പരിപാലിപ്പാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതിന് 3-ാമത്തെ വാക്യം വായിക്കാം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. പ്രവാചകൻ പ്രവചനാത്മാവിനാൽ വീണ്ടും വിളിച്ചു പറയുകയാണ്. എന്നറിയാമോ? അന്നാൾ ഞാൻ യെരൂശലേമിനെ ജാതിയിടയിൽ ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. ഈ ദൈവത്തിൻ്റെ വചനം എഴുതുന്ന സമയത്ത് ഇത് സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിനെ പറ്റി നമ്മൾ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ പ്രവചനം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇനി സംഭവിക്കേണ്ട കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇസ്രായേലിനെ പറ്റി. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പഠിക്കുന്ന ഒരു വേദ പണ്ഡിതന്, ഹല്ലേലൂയ ഒരു സ്റ്റുഡൻറ്റിന് ഇസ്രായേലിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നിരീശ്വരവാദിയായി തീരത്തില്ല. ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും അത് നമ്മളെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ഇടയായി തീരും. ഈ വചനം എന്നേക്ക് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഈ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. അനേക പുസ്തകങ്ങൾ എഴുതിയിട്ട് അനേകം ആൾക്കാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരുടെ പുസ്തകങ്ങൾ ഹല്ലേലൂയ ഷെൽഫിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ വായിക്കുകയും ആൾക്കാർ കേൾക്കുകയും ചെയ്യുന്ന വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ജയിലിൽ അമേരിക്കയിൽ ഏകദേശം 100-ലധികം ആൾക്കാർ സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഏകദേശം 6000-ലധികം ആൾക്കാർ ഹല്ലേലൂയ സ്തോത്രം അമേരിക്കയിലെ മറ്റു ഭാഗങ്ങളിൽ സ്നാനപ്പെടുവാനിടയായി തീർന്നു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിന് ജീവനും ചൈതന്യമുള്ള വചനമാണ്. ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമായി എഴുതിയെങ്കിലും ഇന്നും ജീവൻ്റെ മനുഷ്യൻ്റെ ജീവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും നിരൂപങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വചനം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുകയാണ്. അന്നാൾ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും എന്താണ്? ഭാരമുള്ള ഹല്ലേലൂയ വെയിറ്റുള്ള ഒരു സ്റ്റോണാക്കി തീർക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ചെറിയ സ്റ്റോണുണ്ട്, വലിയ സ്റ്റോണുണ്ട്. ഭാരമുള്ള കല്ല് ഹല്ലേലൂയ ചുമന്നുകൊണ്ട് നടക്കാൻ വലിയ പാടാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റ് ജാതികൾക്ക് ഹല്ലേലൂയ ഒരു ഭാരമാക്കി തീർക്കുവാനിടയായി തീരും. ഇന്ന് അനേക ഹല്ലേലൂയ രാജ്യങ്ങൾ അവർക്ക് ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുന്നെങ്കിലും ആ രാജ്യങ്ങൾ താട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ കാണുവാനിടയായി തീരും. അവർ മുറിവേൽക്കാനും വേദനിക്കുവാനും ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ സകല ജാതികളും അന്ന് അവർക്ക് വിരോധമായി കടന്നു വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഇസ്രായേലിന് വിരോധമായ എണ്ണത്തിൻ്റെ പട്ടിക കൂടിക്കൂടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിച്ചേ.
അപ്പോൾ യഹൂദ നിവാസികൾ അപ്പോൾ യഹൂദ മേധാവികൾ യെരൂശലേം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെരൂശലേം നിവാസികൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ശക്തിയുള്ള അയൺ ഡോമുകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ലേസറിൻ്റെ, ഹല്ലേലൂയ, കണ്ടുപിടുത്തങ്ങളും പലതും ഒക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ അവിടെ പറയുവാനിടയായി തീരും, സൈന്യങ്ങളുടെ യഹോവ നിമിത്തം ബലമായി തീരുന്നിരിക്കുന്നെന്ന് ഹൃദയത്തിൽ പറയുവാനിടയായി തീരും. ദൈവം നമുക്ക് ബലമുണ്ടെങ്കിൽ നമ്മളെ എന്തെല്ലാം കടന്നു വന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് ഏക്കത്തില്ല. ദൈവമക്കൾക്ക് ദൈവമായിട്ട് ബലമായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, ദൈവമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? കാത്തു പരിപാലിപ്പാൻ ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സെഖര്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. അന്നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവർ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെ പോലെയും അവർ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ടെക്നോളജിയോ കാര്യമില്ല. എനിക്കെന്താണ്? പരിച കൊണ്ട് അവരെ മറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യുദ്ധം നടന്ന സമയത്ത് ഏകദേശം 200, 300, 1000 ഡ്രോണുകളാണ് ഒറ്റ സമയത്ത് കടന്നു വന്നത്. ഹല്ലേലൂയ. അയഡോമും ലേസർ രശ്മി കൊണ്ട് അതൊക്കെ പലതിനെ തകർക്കുവാനിടയായി തീർന്നു. പലതും ഇസ്രായേൽ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ഈ വചനം വെച്ച് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയെന്നാലും എന്താണ്? അവരെ പരിച കൊണ്ട് മറയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ഇടയിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് ഗൃഹത്തിൻ്റെ ഗൃഹം ദൈവത്തിന് മുൻപിലുള്ള ഇസ്രായേൽ ദൂതന്മാരെ പോലെ ആയിരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെന്ത് ചെയ്യും? അവരെ കാവൽ ചെയ്യുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഊവേ ഊവേ എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് എഴുതിയാലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റമുണ്ടാകത്തില്ല. നമ്മൾ മാറിപ്പോകും. ന്യൂ ടെക്നോളജി കടന്നു വരും. ഓരോ ദിവസം പുതിയ മൊബൈലും ലാപ്ടോപ്പും ടെക്നോളജിയൊക്കെ മാറി വന്നാലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും കാണുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സെഖര്യാ 12:10 നമുക്കൊന്ന് വായിക്കാം. ഞാൻ യഹൂദ ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവം ഇനി നടക്കുവാനുള്ളതാണ്. ഇസ്രായേൽ മക്കളിൽ ഭൂരിപക്ഷം ആൾക്കാരും യേശു കർത്താവെന്ന് ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒരു മശിക വരുമെന്ന് അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരവനെ കൈക്കൊള്ളാതിരുന്ന് അവനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സെഖര്യാ 12:10 പറയുന്നു, ഞാൻ യഹൂദാഗ്രഹത്തിന് മേലും യെരൂശലേം നിവാസികളുടെ മേലും എന്താണ്? കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവെന്ന് അവരടുക്കൽ വന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ തിരുവചനങ്ങളും ഒക്കെ നിവൃത്തിയായെന്ന് യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ എടുത്ത് തോൾച്ചൂരിലെടുത്ത് യേശു കർത്താവ് വായിച്ചപ്പോഴും അവരെ കണ്ണ് തുറന്നില്ല. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ദാവീദ് ഗൃഹത്തിന് മേലും യെരൂശലേം നിവാസികളുടെ മേലും എന്താണ്? കൃപയുടെയും ആലോചനയും ആത്മാവിനെ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. കൃപയാൽ ദൈവമായ കർത്താവ് നമ്മുടെ കണ്ണിനെ തുറന്നു. ഹല്ലേലൂയ. പല ജാതികൾ പലയിടങ്ങളിൽ ജനിച്ചു വളർന്ന നമുക്ക് എന്നറിയാമോ? ദൈവം ആ കൃപയുടെ, ഹല്ലേലൂയ, സ്തോത്രം, യാചനയുടെ ആത്മാവിനെ പകർന്നത് മുഖാന്തരം ഈ വചനം നമുക്ക് മനസ്സിലായി യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനങ്ങളുടെ കണ്ണിനെ തുറക്കുവാനിടയായി തീരും. എഴുതിയിരിക്കുന്ന തങ്ങൾ കുത്തിയുമെങ്കിലേക്ക് അവർ നോക്കും. യേശുവിനെ, ഹല്ലേലൂയ, അവർ ക്രൂശിക്കുവാനിടയായി. ആണിപ്പിള്ളേറ്റ കരമുണ്ട്. വിലാപ്പുറത്ത് യേശുവിനെ കുത്തുവാനിടയായി തീർന്നു. അതിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് അവർ വിലപിപ്പാനിടയായി തീരും. ഈ യേശുവിനെ അല്ലയോ വർഷങ്ങൾക്ക് മുൻപ്, ഹല്ലേലൂയ, ഞങ്ങൾ ക്രൂശിച്ച്, ഹല്ലേലൂയ, കൊല്ലുവാനിടയായി തീർന്നത്. ഇത് നടക്കേണ്ട സംഭവമാണ്. ദൈവം അത് ചെയ്യുവാൻ ഇടയായി തീരും. എന്താണ്? ആദിജാതനെ കുറിച്ച് വ്യസനിക്കും. ആരാണ് ആദിജാതൻ? കർത്താവ് യേശു കർത്താവാണ്. ആദിജാതനെയാണ്, ഓമന പുത്രനെയാണ് ഈ താണലോകത്തിലേക്ക് പിതാവാം ദൈവം തൻ്റെ പുത്രനെ അയക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് അവർ വിലപിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. ഐസയ ചാപ്റ്റർ 24:23. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനം സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആരാണ്? സൈന്യങ്ങളുടെ യഹോവ, ഹല്ലേലൂയ, സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുവാനിടയായി തീരും.
തീരും. ഒലിവുമലയിൽ യേശുവിൻ്റെ കാൽപാദം വയ്ക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം എന്തറിയാമോ, അത് വാഴുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ്സിലും ചന്ദ്രൻ നാണിക്കുവാനും സൂര്യൻ ലജ്ജിക്കുവാനും ഇടയായി തീരും. നീതി സൂര്യനായ കർത്താവ് പ്രകാശം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സൂര്യന് പ്രകാശം കൊടുക്കുവാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവ് നീതി സൂര്യനായ കർത്താവാണ്. ആ കർത്താവിൻ്റെ പ്രകാശമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആ രക്ഷയെ നമുക്ക് കാട്ടിത്തരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ നമ്മൾ ഓരോരുത്തരും ആ നീതി സൂര്യൻ്റെ പ്രകാശത്തിലൂടെ നടക്കുവാനിടയായി. ഇന്നും അന്ധകാരത്തിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഹല്ലേലൂയ. പ്രകാശം ലഭിച്ച നമ്മൾ ഓരോരുത്തരും അവർക്ക് വെളിച്ചം കാട്ടുവാൻ ഇടയായി തീരുകയാണ്. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോവാൽ പ്രവാചകന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെടുവാനിടയായി. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, അതിനകത്ത് യഹൂദനെന്നില്ല, ജാതി എന്നില്ല, ഹല്ലേലൂയ, ഒന്നുമില്ല. ആര് ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവരെന്തറിയാമോ, രക്ഷിക്കപ്പെടും. കൃപയുടെ വാതിൽ ദൈവം തുറന്നിരിക്കുകയാണ്, ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് സ്വന്തമായ യഹൂദന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞത് മുഖാന്തരം ജാതികളായ എന്നെ നിങ്ങളെയും കൃപയാൽ ദൈവമായ കർത്താവ് ആ കൃപയുടെ ഡോർ ഓപ്പൺ ചെയ്ത് അതിലൂടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, എവരിവൺ, ഹല്ലേലൂയ, എല്ലാവർക്കും രക്ഷ ലഭിക്കുവാനിടയായി തീരും. ആ ക്രൂശിലേക്ക് നോക്കി, കർത്താവേ നിന്റെ രക്തത്താലെ നിന്ന് കഴുകണമെന്നെ, ശുദ്ധീകരിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ, യേശു അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അതിന് ജാതിയോ ഭാഷയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും വ്യത്യാസമില്ല. ഹല്ലേലൂയ. യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ കൃപയുടെ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ അരുളപ്പാട് ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണം ഉണ്ടാകും. ഒരു ഗണത്തെ ദൈവം യെരൂശലേമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, നശിച്ചു പോകാതെ വണ്ണം. പ്രൈസ് ദി ലോർഡ്. ഒരു ശേഷിപ്പ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുവാനിടയായി തീരും. യഹോവ ഉണ്ടാകും. ഹല്ലേലൂയ. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിലെ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അനേക യുദ്ധങ്ങളും അനേക കാര്യങ്ങളും ഇസ്രായേലിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനി നടക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ സകല ജാതികൾ യെരൂശലേമിന് യുദ്ധത്തിനായി കൂടി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് യുദ്ധത്തിന് വേണ്ടി കടന്നു വരുവാനിടയായി തീരും. നഗരങ്ങൾ പിടിക്കപ്പെടുവാനിടയായി തീരും. വീടുകൾ കൊള്ളയിടുവാനിടയായി തീരും. അനേക സംഭവങ്ങൾ നടക്കും. പ്രവാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനിടയായി തീരും. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ യഹോവ പുറപ്പെട്ട് ഞാൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. പ്രൈസ് ദി ലോർഡ്. ആരാ പൊരുന്നത്? അതിലൊരു ഇസ്രായേൽ മക്കൾക്കൊന്നും ചെയ്യാതിരിക്കാൻ കഴിയുമ്പോൾ യഹോവ പറയുന്നത്, യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുന്നത് പോലെ ആ ജാതികളോട് പൊരുതുവാനിടയായി തീരും. നമ്മൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല. ദൈവസ്ഥലം മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികമല്ല. കോട്ടകളെ ഇടിപ്പാനും ശത്രുവിനെ തകർക്കുവാനും കഴിവുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം വായിക്കാം. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഈ പ്രവചനം ഇനി സംഭവിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നറിയാമോ, അന്നാളിൽ ഹല്ലേലൂയ യഹോവയുടെ യേശുവിൻ്റെ കാലെന്നറിയാമോ, യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ഹല്ലേലൂയ കാൽപാദം വയ്ക്കുവാനിടയായി തീരും. ഒരു
ദൈവത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളൊക്കെ കാണുമ്പോൾ അവൻ വാതിക്കലായിരിക്കുന്നു. തലകളെ ഉയർത്തി നോക്കുവീനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഊമ പഠിപ്പീൻ, അതിൻ്റെ ഇല തളർത്ത് വേനലെടുക്കുമ്പോൾ അവരേറ്റവും അടുത്തിരിക്കുന്നു വായിക്കുന്നു. അത്തി എന്ന് പറയുന്ന യഹൂദന് ഹല്ലേലൂയ സ്തോത്രം വളർന്നിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യാശയുണ്ട്. അവൻ വാതിക്കലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നാൾ യെരൂശലേമിൻ്റെ കിഴക്കുള്ള ഒലിവുമഴയിൽ ഹല്ലേലൂയ സ്തോത്രം അവൻ്റെ കാല് വയ്ക്കുവാനിടയായി. ആ സമയത്ത് അറിയാമോ, ഒലിവുമഴ കിഴക്കോട്ടും പടിഞ്ഞാറ് രണ്ടായിട്ട് പിളരുവാനിടയായി തീരും. വലിയൊരു ഹോട്ടൽ പണിയുവാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ കടന്നു വന്നിട്ട്, എഞ്ചിനീയേഴ്സ് കടന്നു വന്നിട്ട് ഒലിവുമല പരിശോധിച്ചപ്പോൾ ചെറിയ വിള്ളൽ അതിന് വീണിരിക്കുകയാണ്. പ്രാണപ്രിയൻ്റെ പാദമേൽക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ ഒന്നുകൂടെ കൃപയിൽ പ്രത്യാശയിൽ ദൈവമക്കൾ ഉണർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. അന്യനല്ല, അയ്യോ പറയുന്നുള്ളു, അല്ലെങ്കിൽ സ്വന്തം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അവനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. ഒലിവുമഴ കിഴക്കോട്ടും പടിഞ്ഞാറായിട്ട് പിളരും. ഒരു വലിയൊരു താഴ്വര ഉണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. മലയുടെ പാതി വടക്കോട്ടും പാതി കിഴക്കോട്ടും വാങ്ങിപ്പോകുവാനിടയായി തീരും. ഇത് സംഭവിക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പുതിയമത്തിനെ കടന്നു വീഴുക കാണുവാനിടയായി തീരും. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ, ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ കൂടെണ്ടായിരുന്ന ശിഷ്യന്മാർ എവിടെയായിരുന്നു പ്രാർത്ഥിച്ചെന്നറിയാമോ? യെരൂശലേമിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോസ്തലർ പ്രവൃത്തി 1-4 വാക്യങ്ങൾ വായിക്കുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവരോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഒരുമിച്ച് കാത്തിരുന്ന യെരൂശലേമിലാണ്. യെരൂശലേമിൽ കാത്തിരുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തിക്ക് വേണ്ടി. ഇന്ന് പൽക്കാലം ദൈവസ്ഥലിൽ നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ ആ ശക്തി നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വാഗ്ദത്തം ചെയ്താണ് തന്നിട്ട് പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്നു തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെ എഴുതും. പ്രൈസ് ദി ലോർഡ്. ആർക്കാ കൊടുക്കുന്നറിയാമോ? ജയിക്കുന്നവന്. ലോകത്തെ, ജഡത്തെ, സാത്താനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ലോകത്തുള്ള പലതിനെ ജയിച്ച് ജയവീരനാകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണാക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സ്ഥാനങ്ങൾക്ക്, മാനങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രമേ അർഹതയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഇതിനെയൊക്കെ ജയിച്ചിട്ട് ജയവീരനായി സ്വർഗരാജ്യത്തിൽ ഓരോ തൂണുകളായി തീരണം. ദൈവനാമത്തിൻ്റെ ഓടുന്നതിന്, അധ്വാനിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും തക്കവണ്ണം സ്വർഗത്തിൽ അതിൻ്റെ പ്രതിഫലം കാണുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കും. അടുത്ത വായിക്കുന്നത്, സ്വർഗത്തിൽ തന്നെ ഇറങ്ങി വന്ന പുതിയ യെരൂശലേം. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? സ്വർഗത്തിൽ. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നഗരമായ നാമം, അതൊരു പുതിയ നാമം അതിന് മേൽ എഴുതുവാനിടയായി തീരും. ആ നാമത്തിൻ്റെ പേര് പുതിയ യെരൂശലേം, ന്യൂ ജെറുസലേം. ഹല്ലേലൂയ. ആ നാമം കാണുവാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ വാക്യം വായിക്കാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ, ഹല്ലേലൂയ, മറ്റാരുമില്ലാതെ കിടക്കുമ്പോൾ തനിക്കൊരു സ്വർഗീയ ദർശനം, സ്വർഗീയ വെളിപ്പാടുണ്ടാകുവാനിടയായി തീർന്നു. എന്നറിയാമോ? പുതിയ യെരൂശലേം. എന്നറിയാമോ? വിശുദ്ധ നഗരമാണ്. ഇപ്പോഴത്തെ യെരൂശലേം വിശുദ്ധ നഗരമല്ല. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ടതാണ്. ആദാം പാപം ചെയ്ത് ഭൂമി മുഴുവനും ശപിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു പുതിയ യെരൂശലേം ഇറങ്ങി വരുവാനിടയായി തീരും. അതെങ്ങനെയാണ്? ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ഹല്ലേലൂയ, ദൈവസ്ഥലം തന്നെ ഇറങ്ങുന്നതായി കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പുതിയതൊന്ന് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനേക വാസസ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്
അവിടെ പോയി വെറുതെ ഇരിക്കുകയല്ല, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഒരുക്കിയതിന് ശേഷം താമസമിന നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായിത്തീരും. അവിടെ 1000 ആണ്ട് നമുക്ക് ഒരുമിച്ച് വാഴുവാനിടയായിത്തീരും. ആ സുദിനമേറ്റ ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലകൾ ഉയർത്തി നോക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ഇന്ന് വന്നു കഴിഞ്ഞാൽ കാഹളം, ഹല്ലേലൂയ, മീട്ടി ഊതിക്കഴിഞ്ഞാൽ, അല്ലെ പ്രധാന ദൂതൻ കടന്നു വന്ന് കാഹളം ഊതിക്കഴിഞ്ഞാൽ ഞാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന്, ഹല്ലേലൂയ, ആ കാഹളത്തിൻ്റെ ശബ്ദത്തിൽ നമ്മൾ എടുക്കപ്പെടുമോ അതോ നമ്മളിവിടെ കിടക്കുമോ എന്ന് ഇന്ന് പൽക്കാലം നമ്മൾ തന്നെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ചിന്തിക്കുവാനിടയായി തീരണം. ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ കൂടെ ഒന്ന് ഒരുക്കണമേ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, ഹല്ലേലൂയ, ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ ചേർക്കുവാനാണ് കടത്തു വരുന്നത്. മണവാളൻ കർത്താവ് യേശു കർത്താവാണ്. ഒരു മണവാട്ടി എന്ന് പറയുന്ന സഭയാണ്. സഭ ഇന്ന് പൽക്കാലം ഒരുങ്ങിയെങ്കിൽ മാത്രമേ കാന്തൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ വായിക്കുവാനിടയായി തീരും. 10 പേര് മണവാളന് വേണ്ടി ഒരുങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 5 പേര് വിളക്കിൽ എണ്ണ കരുതുവാനിടയായി തീർന്നു. മണവാളൻ വരുന്ന ആർപ്പൂടി കേട്ട് കഴിഞ്ഞപ്പോൾ 5 പേരെന്നറിയാമോ കൈവിട്ടു പോകുവാനിടയായി തീർന്നു. അവർ ഒരുമിച്ചിരുന്നതാണ്, നല്ല ഡ്രസ്സ് ധരിച്ചവരാണ്, വിളക്കുണ്ടായിരുന്നു, നേരത്തെ അത് കത്തിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ എണ്ണയില്ല. ഇന്ന് പൽക്കാലം എന്നിലും നിങ്ങളും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവുന്ന എണ്ണയുണ്ടോ? ഇന്നും അതിൻ്റെ കരിന്തിരികൾ, ഹല്ലേലൂയ, കത്തിരിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒന്ന് പരിശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ശോധന ചെയ്യുന്നത്, അല്ല പുറമേ ഉള്ളതല്ല മനുഷ്യൻ നോക്കുന്നത്. ഹൃദയങ്ങളെ നോക്കുന്ന കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. ഓരോ പ്രസംഗങ്ങളും ഓരോ മീറ്റിങ്ങിൽ കടന്നു വന്നിട്ട് പോകുവാനല്ല, കർത്താവേ ഞാൻ കൈവിട്ട് പോകുവാനിടയാകല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരെ ഇവിടെ കാണുവാനിടയായി തീർന്നത് ഇസ്രായേലിൻ്റെ സമാധാനത്തിനു വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്വമാണ് ജെറുസലേമിൻ്റെ പീസിനു വേണ്ടി പ്രാർത്ഥിക്കുവാണെന്നുള്ളത്. ജെറുസലേം എന്ന് വാക്കിൻ്റെ അർത്ഥം തന്നെ പീസ് എന്നുള്ളതാണ്, സമാധാനത്തിൻ്റെ നഗരം എന്നുള്ളതാണ്. എന്നാൽ അത് തുടങ്ങിയ വർഷം മുതൽ ഇന്ന് വരെയും സമാധാനം അനുഭവിച്ചിട്ടില്ല. യേശു കർത്താവ് കടന്നു വരുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം ഇസ്രായേലിൽ ജെറുസലേമിൽ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്നറിയാമോ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് ഇസ്രായേലിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത എഴുതിക്ക്, നിന്നെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? സ്വൈര്യമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വൈര്യമായിരിക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 7ാമത്തെ വാക്യം വായിക്കാം. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളായിരിക്കുന്ന നമ്മുടെ കൊത്തളങ്ങൾ, നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭയാം ദേവാലയത്തിൽ, നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? സമാധാനവും നമ്മുടെ അരമനകളിൽ എങ്ങനെയായിരിക്കണം? സ്വസ്ഥത ഉണ്ടാകുവാനിടയായി തരണം. പലപ്പോഴും പിശാചിൻ്റെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥതയില്ലാതെ ചാഞ്ചാട്ടിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അനേക കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടിട്ടിട്ട് സമാധാനം കെടുത്തിക്കളയാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ഇറങ്ങി വരുവാനിടയായി തീരും. അത് പൈസ കൊടുത്ത് ലോകത്തുനിന്ന് വാങ്ങിക്കുവാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ തരുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ സമാധാനത്തിനു വേണ്ടി ഇന്ന് പൽക്കാലം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ 8ാമത്തെ വാക്യം വായിക്കാം. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ നിമിത്തം മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാകണം. മറ്റുള്ളവരുടെ സമാധാനക്കേടല്ല, സമാധാനം ഉണ്ടാകുവാനിടയായി തീരണം. തലവടക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഒന്ന് ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ നമ്മൾ നിമിത്തം മറ്റുള്ളവർക്ക് സമാധാനമാണ് അത് കൊടുക്കുന്നത്. ഇന്ന് പൽക്കാലം ഒരു സമാധാനത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഇസ്രായേലിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ പറ്റി അല്പം ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അനേക കാര്യങ്ങൾ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ അനേക കാര്യങ്ങൾ നടക്കുവാനിടയായി. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ നൂറ്റാണ്ടുകളിൽ അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവിക്കേണ്ട അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ സംഭവിപ്പാനിടയായി തീരും. അവസാനത്തെ 2 സാക്ഷികൾ കടന്നു വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേൽ കാണുവാനിടയായി തീരും. കടലിൽ നിന്ന് കടന്നു വരുന്ന മൃഗം അവരെ, ഹല്ലേലൂയ, പൊരുതി ജയിക്കുവാനിടയായും. അവരുടെ ശവശരീരം അവിടെ കിടക്കും. ലോകരാജ്യങ്ങൾ മുഴുവനും കാണുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഇന്നത്തെ ടിവിയുടെ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം വർഷങ്ങൾ
മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരുന്നതിൻ്റെ നിവൃത്തി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നമ്മൾ കാണുമ്പോൾ, ഈ നൂറ്റാണ്ടിൽ കാണുമ്പോൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാണാത്ത പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തലകളെ ഉയർത്തി പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാണെന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവെ, ഞാനിന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവെ, എന്നോട് ഒരുക്കുവാൻ, ഹല്ലേലൂയ, തൻ്റെ കാന്തി തന്നെത്താന് ഒരുക്കുവാനിടയായി തീരണം. ഈ ലോകത്തിലെ കാന്തന്മാരെയൊക്കെ മറ്റുള്ളവർ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് നമ്മൾ തന്നെ ഒരുങ്ങുവാനിടയായി തീരും. എങ്ങനെ ഒരുക്കണം? ദൈവത്തിൻ്റെ വചനമാവുന്ന കണ്ണാടി എടുത്തു വെച്ച് ഓരോ ദിവസം അതിന് മുൻപിലേക്ക് നോക്കിയിട്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടോ? മറ്റുള്ളവരല്ല പറയേണ്ടത്, ദൈവത്തിൻ്റെ വചനം വിളിച്ച് പറയും എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടോ, കുറ്റമുണ്ടോ എന്ന്. അതിനുവേണ്ടി നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട് കർത്താവേ, തൻ്റെ കുറവുകളെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ച്, ഹല്ലേലൂയ, കന്യകമാരെ പോലെ മണവാളൻ്റെ ആർപ്പുളി കേൾക്കുമ്പോൾ, കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയരത്തിലേക്ക് കടന്നു പോകുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഹൃദയത്തിലൊരു തീരുമാനവും, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രതിഷ്ഠയും എടുത്തിട്ട് ഈ ഹോളിൽ നിന്ന് കടന്നു പോകാവോ? ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളും കൈവിട്ടു പോകുവാനിടയായി തീരും. ഒരുമിച്ച് രണ്ടുപേര് തിരുകളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ കൈവിടുവാനിടയായി തീരും. രണ്ടുപേർ ഒരുമിച്ച് കിടന്നുറങ്ങും, ഒരാൾ എടുക്കപ്പെടുവാനിടയായി തീരും, മറ്റൊരാൾ കൈവിട്ടു പോകുവാനിടയായി തീരും. ഞാൻ നിങ്ങൾ കൈവിട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാതിരിക്കുവാൻ ഒന്നുകൂടെ ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചാട്ട്, എന്നെ ഒന്ന് കഴുകിക്കാട്ട്, കഴിഞ്ഞ നാളിൽ വന്നിരിക്കുന്ന തെറ്റുള്ള കുറവുകളെ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കൃപയുടെ വാതിൽ ഇന്നും തുറന്നിട്ടിരിക്കുകയാണ്. ആര് കുത്തിയെങ്കിലേക്ക് നോക്കുന്നു, യേശുവിലേക്ക് നോക്കുന്നുണ്ടോ, അവർക്ക് രക്ഷ നൽകുവാൻ ആ കൃപയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുമ്പോൾ അല്പമിനിറ്റുകൾ ശബ്ദം വരുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും അതരങ്ങളെ ചലിപ്പിച്ച് ചില മിനിറ്റുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ദൂതന്മാർ കുനിഞ്ഞു നോക്കിയാണ് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ കാണുമ്പോൾ അവൻ വാതിക്കലായിരിക്കുന്നു. അത്തി എന്ന് പറയുന്ന ഇസ്രായേൽ, ഹല്ലേലൂയ, സ്തോത്രം, തളർത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അത്തിയെ നോക്കി ഊമ പഠിപ്പിയെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കുറവുകളെ കുറ്റങ്ങളെ കണ്ടുപിടിച്ചപ്പാ, നിന്റെ പാദവീയുടെ അടുത്ത് വരുന്ന കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകുമാറാകണമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭമരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. കർത്താവെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ അടുത്തു വരുന്നു, സ്നാനപ്പെടുവാൻ അടുത്തു വരുന്നു, ഒരു വിശുദ്ധകരമായ ജീവിതം നയിക്കുവാൻ അടുത്തു വരുന്നെന്ന് ഹല്ലേലൂയ മറ്റാരോടും പറയേണ്ട. ദൈവമായിട്ട് ബന്ധപ്പെട്ട് പറ. ദൈവം നമ്മളെ കാണുന്നുണ്ട്. മറ്റാരും കാണുന്നില്ല എങ്കിലും ഹൃദയത്തെ കാണുന്ന, ഹൃദയത്തെ ശോധന ചെയ്യുന്ന, ഇന്ദ്രിയങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. 2 3 പേരുടെ നാമത്തിൽ കടന്നു വന്നാൽ അവരുടെ മധ്യയിലേക്ക് കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ കാൽ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീരട്ടെ. അന്നാളിൽ അവൻ ഒരു മലയിൽ കാൽ ചവിട്ടുവാനിടയായി തീരും, അല്ലെങ്കിൽ 2ആയിട്ട് പിളരുവാനിടയായി തീരും, പാതി കിഴക്കോട്ടും വടക്കോട്ടും മാറുവാനിടയായി തീരും. പ്രാണപ്രിയൻ്റെ പാദമേൽക്കുവാൻ, അല്ലെങ്കിൽ സ്പർശനമേൽക്കുവാൻ, രണ്ടാമത്തെ ഒരു സ്പർശനമേൽക്കുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുന്ന നാളിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ, അല്ല എത്ര നാൾ ഈ ശബ്ദം ഈ ലോകത്തിൽ കേൾക്കുമെന്ന് അറിയത്തില്ല. കൃപയുടെ പെട്ടകത്തിൻ്റെ വാതിൽ അടയുവാൻ സമയം ഏറ്റവും ആസന്നമായി. നോഹയുടെ പെട്ടകം പണിത് വാതിൽ വെച്ചതുപോലെ അതിനൊരു പീരീഡ് ഉണ്ടായിരുന്നു. ഈ ഹല്ലേലൂയ, നോഹയുടെ പെട്ടകത്തിൽ കയറുവാൻ വേണ്ടി നോഹ വിളിച്ചു പറഞ്ഞു, ആരും കയറിയില്ല. ദൈവം അതിൻ്റെ വാതിലിനെ അടച്ചു. ഇന്ന് പൽക്കാലം ദൈവം വാതിൽ അടച്ചാൽ ആർക്കും തുറക്കുവാൻ പറ്റത്തില്ല. കൃപയുടെ വാതിൽ ഇന്ന് പൽക്കാലം തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിൽ അതിലേക്ക് കടന്നു ചെന്ന് ഹല്ലേലൂയ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം. ഹല്ലേലൂയ, അതിനകത്ത് പാർക്കാം. ഹല്ലേലൂയ, അതിനകത്ത് സംരക്ഷണമുണ്ട്, അതിനകത്ത് പ്രൊട്ടക്ഷനുണ്ട്. നിത്യത വരെ നിന്നെ കൊണ്ടുപോകുവാനിടയായി തീരും. ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഒരു കഴുകൽ ശുദ്ധീകരണം പ്രാപിച്ച് ഞാൻ നീ ദൈവമക്കളാന്ന് പറഞ്ഞിരുന്നാലും പല കുറവുകളും തെറ്റുകളും കഴിഞ്ഞ നാളിൽ നോട്ടത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, കൊടുക്കൽ വാങ്ങൽ പലതും കടന്നു വന്നിട്ടുണ്ട്. അപ്പാ നീ എന്നെ ഒന്ന് കഴുകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് പൽക്കാലം കഴുകി ശുദ്ധീകരണത്തോടെ, ഒരു കഴുകലോടെ, വെടുപ്പോടെ ഇന്ന് പൽക്കാലം ഈ ഹോള് വിട്ടു പോകുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ആലയത്തിലേക്ക് കടന്നു വന്നത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞത് ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമായി തീരട്ടെ. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീരട്ടെ. ഇന്ന് പൽക്കാലം സ്വർഗന്മത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്, മാറത്ത് പൊൻകച്ച കെട്ടിയവന്, വെള്ളോട് സദൃശമായ കാലുള്ളവന് നമ്മുടെ മധ്യയിലൂടെ ഉലാവുമ്പോൾ ഇന്ന് പൽക്കാലം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പൽക്കാലം ദിവസത്തിലേക്ക് ഞാൻ അടുത്തു വരുന്നതെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അല്പമിനിറ്റിൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മൗത്വം കൊടുത്താട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ, വചനത്താൽ ജയം നേടുകയാണ്. യേശുവിന്റെ രക്തം, കാൽവരി രക്തം, കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ ആർക്കുന്ന ശബ്ദം ഇന്ന് പൽക്കാലം നമ്മുടെ കാലിന്മേൽ കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അഗ്നിജാലി കണ്ണുള്ളവന്, മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവ് നമ്മുടെ മധ്യയിലൂടെ നടക്കുമ്പോൾ ഇന്ന് പൽക്കാല ശബ്ദം കേൾക്കുവാൻ, യെരൂശലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, ലോക സംഭവങ്ങളിൽ ഓരോന്നോരോന്നായി വിളിച്ചറിയിക്കുമ്പോൾ പ്രാണപ്രിയന്റെ ഹല്ലേലൂയ കടന്നു വരുവാൻ സമയം ഏറ്റവും അടുത്ത നാളിൽ ഞാൻ നീ ഒരുങ്ങുവാൻ ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. രക്തത്താല ജയം, യേശുവിന്റെ രക്തത്താല ജയം. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. കാന്തിയും തന്നെത്താന് ഒരുക്കി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് പൽക്കാലം ഒരുങ്ങുവാൻ ഹല്ലേലൂയ ഉള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിന് കർത്താവേ എന്നെ കൂടെ ഒരുക്കി ആ പെട്ടകത്തിന്റെ ഉള്ളിൽ രക്ഷപ്പെടുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കൈവിട്ടു പോകുവാൻ ഇടയാകരുത്. ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരാതിരുപ്പാൻ ഒന്നുകൂടെ ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹൃദയങ്ങളെ ആരായുന്ന ദൈവം, ശോധന ചെയ്യുന്ന ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച സ്വർഗീയ ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങളെ തന്നെ ഒരുങ്ങുവാൻ വചനത്തിന് മുൻപാകെ അടിയനെ സമർപ്പിക്കുന്നു. സഭയിലുള്ള ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ഹൃദയത്തിന്റെ ആഴങ്ങളിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കുമാറാകണമേ. ഒരിക്കൽ നന്മയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം താഴ്ത്തിയേൽപ്പിച്ചിരുന്നു യേശുവിന്റെ നാമം തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ സഹായിക്കും.